സ്വാഗതം. ടാരോ പഠിക്കാനായി എന്തൊക്കെ കഴിവുകൾ വേണം? ആ കഴിവുകൾ എനിക്കുണ്ടോ? എനിക്ക് ടാരോ പഠിക്കാൻ പറ്റുമോ ഈ കഴിവില്ലാത്തതിൻ്റെ പേരിൽ? എന്നെല്ലാം ആലോചിച്ച് ആശങ്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ താങ്കൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടാരോ പഠിക്കാനായിട്ട് എന്ത് കഴിവുകളാണ് വേണ്ടതെന്ന്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഒരു ടാരോ റീഡർ എന്ന നിലയിൽ അല്ലെങ്കിൽ ടാരോ പഠിക്കാനായി ആർജിക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട 6 കഴിവുകൾ ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാൻ താങ്കൾക്ക് ഒരുപാട് നന്ദി പറയുന്നു ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണാൻ തീരുമാനിച്ചതിന്. ഞാൻ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു, ഇപ്പോൾ ടാരോ അബണ്ടൻസ് കോച്ചാണ്. താങ്കൾക്ക് ടാരോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പഠന സമൂഹമായിട്ടുള്ള യൂണിവേഴ്സ് വിസ്ഡം ഹബ് ഇതിലേക്ക് സ്വാഗതം. താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ സൗജന്യമായിട്ട് പങ്കെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 6 ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യമായി നമ്മൾ ആർജിക്കേണ്ട അല്ലെങ്കിൽ നമ്മളുള്ളൊരു കഴിവ് എന്ന് പറയുന്നത് അവബോധം എന്ന് പറയുന്നൊരു കഴിവാണ്. അവബോധം എന്നതിന് ഇൻറ്റ്യൂഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. പൊതുവേ ഇൻറ്റ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇമാജിനേഷൻ അല്ല. അവബോധത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സോണിയ ക്രോഷറ്റ് എന്ന് പറയുന്ന ഒരു മാഡം ഉണ്ട്, ഒരു ബുക്കുണ്ട് ഇൻറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിലൊരു പറയുന്ന കാര്യം ഇതാണ്. അതായത് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു സ്കില്ലാണ്. ഉദാഹരണത്തിന് അവർ പറയുന്നത് നമുക്കെല്ലാം നീന്താനുള്ള കഴിവുണ്ടായിരുന്നു. കാരണം നമ്മൾ അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്ലോട്ട് ചെയ്യുകയായിരുന്നു. പുറത്ത് വന്നിട്ടാണ് നമ്മൾ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ ആ കുട്ടി വളരുമ്പോൾ ആ കുട്ടീനെ വെള്ളത്തിലെടുത്ത് കൊണ്ട് നീന്തൽ പഠിപ്പിച്ചാൽ ആ കുട്ടി പെട്ടെന്ന് പഠിക്കും. അതല്ല, വെള്ളത്തിനുമായിട്ട് ഭയപ്പെടുത്തി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സ്കില്ല് നഷ്ടപ്പെട്ടു പോകും. അതേപോലെ തന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വോയിസ് ഇത് നമ്മൾ പറയുമ്പോൾ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യാതെ വരുമ്പോൾ ഈ സ്കില്ല് നമ്മൾ പ്രകടിപ്പിക്കാതെ നമ്മുടെ ഉള്ളിനുള്ളിൽ ഡോർമെൻ്റായി കടന്നു പോകും. അപ്പോൾ ടാരോ പഠിക്കാൻ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് ഒരു 2 മിനിറ്റ് നേരം കണ്ണുകളടച്ച് ബ്രീത്ത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മളതിനെ ധ്യാനം എന്ന് പറയും. ഇത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില അവബോധങ്ങൾ നമുക്ക് വരും. പിന്നെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നിയിട്ട് അതുപോലെ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാതെ വയ്യ, ഒരു വനിതയാണെങ്കിൽ അവർക്ക് ഇൻറ്റ്യൂഷൻ കൂടുതലുണ്ടാവുമെന്ന് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട്. അതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ ജനിപ്പിച്ച് വളർത്തുന്ന ഒരു ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് പലപ്പോഴും നമുക്കറിയാലോ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് സംസാരിക്കാൻ സമയമെടുക്കും. അപ്പോൾ ആ കുട്ടീനെ നോക്കിക്കൊണ്ട് ആ കുട്ടി കരയുമ്പോൾ അത് വിശന്നിട്ടാണോ, വയറുവേദന എടുത്തിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണി കടിച്ചിട്ടാണോ, വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ളത് ഒരമ്മ തിരിച്ചറിയുന്നത് അവബോധം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അവബോധം എന്ന് പറയുന്ന സ്കില്ലാണ് ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് നമ്മുടെ ഉള്ളിനുള്ളിലുണ്ട്. അതിനെക്കുറിച്ച് സംശയം തോന്നുന്നുണ്ടെങ്കിൽ ദിവസവും നമ്മൾ ഒരു 2-3 മിനിറ്റ് ധ്യാനിച്ചാൽ മതി, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാലും മതി. പ്രാർത്ഥന ഉള്ള ആ വ്യക്തിയാണ്, ഈശ്വരനെ ലയിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതും ഇൻറ്റ്യൂഷന് തുല്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി രണ്ടാമത് എന്ത് സ്കില്ലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരീക്ഷണമാണ് വേണ്ടത്. ഒബ്സർവേഷൻ എന്ന് പറയും. അതായത് ടാരോ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഒരുപാട് സയൻസ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്. ഇത് നോക്കുകയും ഓരോ കാർഡിലും എന്തൊക്കെയുണ്ട് എന്ന് നിരീക്ഷിക്കാനുള്ളൊരു കഴിവാണ് വേണ്ടത്. കാര്യം എന്താ വെച്ചാൽ ഈ ചിത്രങ്ങളൊന്നും വെറുതെ യാദൃച്ഛികമായി വന്നിട്ടുള്ള ചിത്രങ്ങളോ ചിഹ്നങ്ങളോ അല്ല. അതെല്ലാം നമ്മുടെ യൂണിവേഴ്സിനുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചില ചിഹ്നങ്ങളാണ്. അത് കാലാകാലങ്ങളിൽ സംസ്കാരങ്ങളിലൂടെ കടന്നുപോയി ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിംബൽസ്, ഒരു ഭാഷ പോലെ തന്നെയാണ്. ഉദാഹരണത്തിന് റഷ്യനോ അല്ലെങ്കിൽ ഗ്രീക്കോ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അത് റോമൻ ലെറ്റേഴ്സ് തന്നെയാണ്. ഫ്രഞ്ച്, ജർമ്മൻ അവരെല്ലാം ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് തിരിച്ചറിയില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ചിഹ്നങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. സമാനമായ രീതിയിൽ നമ്മൾ ഈ ടാരോയുടെ ചിഹ്നങ്ങളും ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അത് വൺസ് യു ലുക്ക് അറ്റ് ആൻഡ് ലേൺ ഇറ്റ്, പിന്നെ അത് മനസ്സിൽ ഇതായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് അടുത്ത, അതായത് നമുക്ക് തിരക്ക് പിടിച്ച് അങ്ങനെ ഒരു പറ്റില്ല. ഒബ്സർവ് ചെയ്യാനൊരു കഴിവാണ്. ബ്രീത്തിൻ ചെയ്ത് നോക്കി എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്, എങ്ങനെയാണ് ചിത്രങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, എങ്ങനെ നമുക്കതൊരു ഫ്രെയിമായിട്ടൊരു കഥ പോലെ ആക്കി എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിരീക്ഷണ പാടവം എന്ന് പറയുന്നതാണ് രണ്ടാമത്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. മൂന്ന് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയും. അതായത് കേൾക്കാനുള്ള കഴിവാണ്. കേൾക്കുക എന്ന് പറയുന്നത് 2 വാക്കുണ്ട്. നമ്മൾ ഹിയറിംഗ് ആൻഡ് ലിസണിങ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കളിപ്പോൾ എൻ്റെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ താങ്കളുടെ വീട്ടിൽ വല്ല ബഹളങ്ങളുണ്ടാവും, ചിലപ്പോൾ അവിടെ ടി വി ഉണ്ടാവും, ബാക്കിൽ വണ്ടി ഹോൺ അടിച്ച് പോകുന്നുണ്ടാവും. അതിനെ നമ്മൾ ഹിയറിംഗ് എന്നാണ് പറയുക. അതായത് പലതുമുണ്ട്, പക്ഷെ ശ്രദ്ധിക്കുന്നതിനാണ് നമ്മൾ കേൾക്കുക എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു ടാരോ റീഡർ ആവണമെങ്കിൽ നമ്മൾ പൊതുവെ എല്ലാവരും പറയും നമുക്ക് വേണ്ടിയാണ് റീഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി റീഡ് ചെയ്ത് പോകും. കാരണം വെച്ചാൽ അത് നമുക്ക് അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് മറ്റൊരാൾ പറയുമ്പോൾ
നമ്മുടെ മനസ്സ് ശാന്തമാക്കി വെച്ച് എന്താണ് ആ വ്യക്തി പറയുന്നതെന്ന് സൂക്ഷിച്ച് കേൾക്കണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നത് വാക്കുകൾക്കിടയിലൂടെയാണ്. അവർ അനുഭവിക്കുന്ന വികാരം എന്താണ്, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്, ഇത് നമുക്ക് കേട്ടാൽ മാത്രമേ നമുക്കവരുടെ മാനസികാവസ്ഥ അറിയാനും അതിലൂടെ നമുക്ക് ആ റീഡിംഗ് കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഒരു ടാരോ റീഡർ ആവുമ്പോൾ കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നാലാമത്തത്, ഇപ്പോൾ നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു. ഇൻറ്റ്യൂഷൻ പറഞ്ഞു, രണ്ടാമത്തത് ഒബ്സർവേഷൻ പറഞ്ഞു, മൂന്നാമത്തത് ആക്റ്റീവ് ലിസണിങ് പറഞ്ഞു. നാലാമത്തെ സ്കിൽ എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറയുന്നത് പോലെ എന്ത് കാര്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ മികച്ചതാക്കി എടുക്കുന്നത്. അത് ഏത് സ്കില്ലാണെങ്കിലും ശരി, തുടക്കത്തിൽ നമുക്കെല്ലാം തപ്പലുണ്ടാവും. തപ്പി തപ്പി തന്നെയാണ് നമ്മളിതിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഞാൻ പൊതുവെ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, ഒരു 2 മുതൽ 3 മാസം വരെ നമ്മൾ ആ കാർഡുകൾ ദിവസം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഇമേജസ് മനസ്സിൽ പതിയും. അത് പതിഞ്ഞാൽ പിന്നെ കാർഡിൻ്റെ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇന്നതാണ് ആ ഇമേജ് എന്നുള്ളത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. പലരും മിസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ബാക്കി 3 പേർക്ക് ഉണ്ടാവും, പക്ഷെ പ്രാക്ടീസ് ചെയ്യില്ല. എല്ലാവരും ഷോർട്ട് കട്ടുകളാണ് നോക്കുന്നത്. അങ്ങനെ ഒരു ഫീൽഡിൽ വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫീൽഡിൽ വരുന്നെങ്കിലും അത് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അത് സംഗീതത്തിന് സാധന ചെയ്യുന്ന പോലെ, ഒരു മ്യൂസീഷ്യൻ ദിവസവും മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന പോലെ, വൺസ് യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് എവറി ഡേ. അതുകൊണ്ടാണ് എൻ്റെ എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ പറയാറുള്ളത്, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് റീഡിംഗ് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, അത് കേൾക്കുന്നൊരു വ്യക്തിക്ക് ഒരു മനസ്സമാധാനവും ജീവിതത്തിൽ ആത്മവിശ്വാസവും കിട്ടും. 2, അത് ചെയ്യുന്ന വ്യക്തിക്ക് ദിവസവും വായിച്ച് വായിച്ച് അവർക്ക് ആ സ്കില്ല് കൂടുകയും ചെയ്യും. ഇനി അഞ്ചാമത്തത്, അപ്പോൾ നമ്മൾ 4 കഴിഞ്ഞു. അഞ്ചാമത്തെന്ന് പറയുന്നത് നമുക്കൊരു ടാരോ റീഡർ ആവാൻ വേണ്ട സ്കില്ലെന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണെന്ന് പറയും. ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്നുള്ളത് ഒരു സങ്കല്പമാണ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പാസ്റ്റിലെ വിജയങ്ങളോ അല്ലെങ്കിൽ പാസ്റ്റിലെ പരാജയങ്ങളോ കുരുങ്ങി പോവുകയാണ്. ഉദാഹരണത്തിന് 4 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കണക്കിൽ തോറ്റുപോയെങ്കിൽ ആ ഒരു പരാജയം അവിടെ നിന്നുകൊണ്ട് അന്ന് എനിക്കത് കഴിഞ്ഞിട്ടില്ല, അതുപോലെ ഇന്ന് എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന പോലെയാണ്. അല്ലെങ്കിൽ ചിലർ പറയാറുണ്ട് ഞാൻ ഇതാണ് അതാണ്, അത് വലിയ ക്വാളിഫിക്കേഷൻസ് പറയാറുണ്ട്. നമ്മൾ എപ്പോഴും ഓർക്കണം, ഏത് കാര്യവും നമ്മളൊരു ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷയോട് കൂടി വേണം പോയി കാണാൻ. ഒരു സിനിമ കാണുന്ന പോലെയാണ്. ഓക്കെ, കഥ അറിഞ്ഞിട്ട് പോകാൻ രസമില്ല. അതേപോലെ തന്നെ ഈ ടാരോയിൽ വരുമ്പോൾ നമ്മളൊരു ക്യൂരിയോസിറ്റിയോട് കൂടി വരണം. നിങ്ങളൊരു സെൻ കഥ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു വിദ്യാർത്ഥി വരുമ്പോൾ ഗുരു ഓക്കെ ഇരിക്കാൻ പറയുന്നു, വിദ്യാർത്ഥി പഠിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഗുരു ആദ്യം ചെയ്യുന്ന ഒരു ചായക്കപ്പ് എടുത്തിട്ട് അതിൽ ചായ ഇങ്ങനെ ഒഴിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും ഒന്നുകൂടി പറയുന്നു. ചായ ഒഴിച്ച് ചായ എന്ന് അറിഞ്ഞിട്ടും ഗുരു അത് നിർത്തുന്നില്ല. ഗുരു ഇങ്ങനെ വീണ്ടും ആ പോട്ടിൽ നിന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ശിഷ്യന് ക്ഷമ നശിച്ച ശിഷ്യൻ പറയും, ഗുരു ചായ പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഗുരു പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം, പക്ഷേ നിന്നെ ഞാൻ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ആദ്യം ഈ കപ്പ് കാലിയായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം നീ വന്നിരിക്കുന്ന നിറഞ്ഞ കപ്പ് പോലെയാണ്. അതായത് നമ്മൾ മനസ്സിനുള്ളിൽ കുറേ പ്രിജുഡിസും മുൻവിധികളും അതും എല്ലാമായിട്ട് ടാരോനെ സമീപിച്ച് കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മളൊരു ഒരു ശൂന്യമായിട്ടുള്ള കപ്പ് പോലെ, ഒരു പുതിയ കുട്ടി പോലെ, നമ്മളെങ്ങനെയാണ് LKG പോകുന്നത് അതേപോലെ ഒരു ആകാംക്ഷയിലൂടെ അതിനെ സമീപിക്കുമ്പോൾ അതിന് നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഏത് കാര്യവും അങ്ങനെയാണ്. അങ്ങനെ സമീപിക്കുമ്പോഴേ നമുക്ക് ആ ടാരോ പഠിക്കാൻ പറ്റുള്ളൂ. ഇനി 5 കഴിഞ്ഞു. ആറാമത്തെന്ന് പറയുന്നത് എന്തിന് ടാരോ പഠിക്കുന്നു എന്നുള്ളതാണ്. പൊതുവേ എൻ്റെ ഒരു ഫിലോസഫി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് പറയുന്ന ഫിലോസഫി എന്ന് പറയുന്നത് മറ്റൊരാളെ സേവിക്കാൻ വേണ്ടി മാത്രമാണ് ടാരോ പഠിക്കുന്നത്. അതായത് ടാരോയിൽ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ടാവും. അതിൽ ചിലപ്പോൾ നമ്മൾ വിജയിച്ചിട്ടുണ്ടാവും. അതേ പ്രശ്നങ്ങൾ മറ്റൊരാൾ നേരിടുന്നുണ്ടാവും, ചിലപ്പോൾ അതിനേക്കാൾ ആഴത്തിൽ. ഈ വ്യക്തിക്ക് ഒരുപക്ഷെ നമ്മുടെ അത്ര ഒരു ഇതുണ്ടായിക്കൊള്ളണമെന്നില്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം. അവർക്ക് നമ്മളാണ് ഒരു സപ്പോർട്ട് സിസ്റ്റം ആവുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് ഒരു മാനസികമായിട്ട് നമുക്ക് എങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കാം, എങ്ങനെ വഴി കാണിക്കാം. അതായത് ഒരു ഇരുട്ടത്ത് വിളക്ക് കത്തിച്ച് വെക്കുന്ന പോലെയാണ് ഒരു ടാരോ റീഡർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഉണ്ട്, ഞാൻ ഇതിനു വേണ്ടിയാണ് ടാരോ പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ അവിടേക്ക് എത്തും. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ടാരോ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല. മറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള കോസിന്, ഇപ്പോൾ എന്നോട് താങ്കൾ ചോദിച്ചാൽ ഞാൻ പറയും, 1 ലക്ഷം പേരിലേക്ക് ടാരോ എത്തിച്ച് അവർക്ക് ജീവിതത്തിൽ വ്യക്തതയും ലക്ഷ്യബോധവും അതേപോലെ തന്നെ അബണ്ടൻസും നേടിക്കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനാണ് ഞങ്ങൾ യൂണിവേഴ്സ് വിസ്ഡം ഹബ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ തന്നെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ താങ്കൾക്കൊരു സോളിഡായിട്ട് വലിയ ലക്ഷ്യമുണ്ടെങ്കിലാണ് താങ്കൾക്ക് അവിടെ എത്താൻ കഴിയുന്നത്. അപ്പോൾ 6 കഴിവുകൾ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് ഇൻറ്റ്യൂഷൻ, അവബോധം എന്ന് പറയുന്നതിലാണ്. രണ്ടാമത്തെ സ്കിൽ നമ്മൾ പറഞ്ഞത് ഒബ്സർവേഷൻ, നിരീക്ഷണം എന്ന് പറയുന്നതിലാണ്. മൂന്നാമത്തത് ആക്റ്റീവ് ലിസണിങ് ആണ്. നാലാമത്തത് പ്രാക്ടീസ് ആണ്. അഞ്ചാമത്തത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്.
ആറാമത്തെ പേർപ്പസാണ്. ഈ 6 കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെഡിയാണെങ്കിൽ, ഇതെല്ലാം നമുക്ക് എന്താ പറയുക, പ്രാക്ടീസ് ചെയ്യാവുന്നുള്ളൂ, ആക്റ്റീവ് നമുക്ക് പഠിക്കാവുന്നുള്ളൂ, ടാരോ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്നുള്ളൂ, ഒരു റീസൺ നമുക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ. തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ടാരോ പഠിക്കണം. നല്ലൊരു ഫീൽഡാണത്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു സംശയത്തിന് ഉത്തരമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ, ദിസ് ഈസ് പ്രദീപ് ഹരിഹരൻ, യുവർ ട്രെയിനർ, സൈനിങ് ഓഫ്. താങ്ക് യു.